പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മീയതയോട് വെറുപ്പ് എന്നതിനെ കുറിച്ചാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 29-ാം തിരുലിഖിതം. ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറിൽ ദൈവമായ കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവവചനത്തിന് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം കേട്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മണിമൂളിൽ നിന്ന് തങ്കമ്മ എന്ന സഹോദരിയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ വലത് കാലിൻ്റെ പാദത്തിന് പുറത്ത് വിണ്ട് കീറി ഭയങ്കരമായ ചൊറിച്ചിലും നീറ്റലും വേദനയുമാണ്. ആയുർവേദം, അലോപ്പതി, മറ്റു ട്രീറ്റ്മെൻറ്റുകൾ, ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ ഞാൻ ചെയ്തു. എന്നാൽ മുറിവ് കരിയുന്നില്ല, വേദനയും കുറയുന്നില്ല. ഇങ്ങനെ 11 വർഷങ്ങൾ കടന്നുപോയി. ഞാൻ സാധാരണ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ 19/7/2009 ഞാൻ എൻ്റെ കാലിൻ്റെ അവസ്ഥ വിവരിച്ച് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ തെറ്റുകൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിച്ചു. 2 ആഴ്ച ഞാൻ ഇതുപോലെ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ കാലിൽ 11 വർഷമായി ഉണ്ടായിരുന്ന വിണ്ട് കീറി പൊട്ടിയിരുന്ന അവസ്ഥ പരിപൂർണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. എൻ്റെ യേശുവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. മണിമോളിൽ നിന്ന് തങ്കം എന്ന സഹോദരി അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉണ്ടായ അനുഭവം നമ്മുടെ മുമ്പിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, 2 കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ദൂരെ ഇരിക്കുന്നവരും ചിന്നിച്ചെതറിയിരിക്കുന്നവരും
ഇതിനോട് താല്പര്യമില്ലാതിരിക്കുന്നവരും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഒരു കൂട്ടായ്മയായി ടെലിവിഷന് മുമ്പിൽ ഒരു കൂട്ടായ്മ ഇരുന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ. മകനെ, മകളെ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും, നീ ഉണർവുള്ളവനാണെങ്കിലും ഉണർവുള്ളവനല്ലെങ്കിലും ഇപ്പോൾ നീ യേശുവിന്റെ നാമത്തെ വിളിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുക. ഒരു സ്വർഗീയ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കും. ഒരു വലിയ വ്യത്യാസം, ഒരു സൗഖ്യം, ഒരു ദൈവിക ഇടപെടൽ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഒരുപാട് കാലങ്ങളായി ഈ ദൈവമക്കൾ പാപത്തിലും രോഗത്തിലും ശാപത്തിലും കണ്ണുനീരിലും തകർച്ചയിലും കടബാധ്യതയിലും ദുഃഖം അനുഭവിക്കുകയാണല്ലോ. ഈ തകർന്ന കുടുംബങ്ങളിലേക്കും ഈ തകർന്ന ജീവിതങ്ങളിലേക്ക് ഈ തകർന്ന മക്കളിലേക്ക് ഇപ്പോൾ അങ്ങയുടെ ആത്മാവ് അതിശയം പ്രവഹിക്കട്ടെ. അന്ധകാരത്തിൽ ഉയർപ്പിക്കുന്ന ആത്മാവ്, പാപത്തിൽ നിന്ന് കൃപയിലേക്ക് നയിക്കുന്ന ആത്മാവ്, അധപതനത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുന്ന ആത്മാവ്, വിടുതലിന്റെ ആത്മാവ് ഇപ്പോൾ ഈ സമൂഹത്തിൽ ഈ ദാസന്മാരുടെ മേൽ ഈ ദാസിമാരുടെ മേൽ അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ദാഹിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ഓരോ മകനിലും ഓരോ മകളിലും സ്പർശിക്കണമേ. കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. അധികാബാലന്മാരെ സ്പർശിക്കണമേ. യുവതിവാക്കന്മാരെ സ്പർശിക്കണമേ. കുടുംബങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ്. ഇത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹാമിന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് സൂചന നൽകുന്നത്. അബ്രാഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. ദാസിയുടെ മകനും സ്വതന്ത്രയുടെ മകനും, ഇസ്മായേലും ഇസ്ഹാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 2 മക്കൾ തമ്മിൽ ആരോഗ്യപരമായ ഒരു ബന്ധം നിലനിന്നിരുന്നില്ലെന്ന് ഗലാത്യ ലേഖനത്തിലെ വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ആരാണ് കൂടുതൽ പരിക്കേറ്റത്? ആർക്കാണ് കൂടുതൽ വേദന സഹിക്കേണ്ടി വന്നത്? ദൈവത്തിന്റെ വചനത്തിൽ ഗലാത്യ ലേഖനം 4:29 പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ് താനും. ലോകത്തിന്റെ ആരംഭം മുതൽ, അല്ലെങ്കിൽ ദൈവജനത്തെ ദൈവം ഇടപെട്ട് തെരഞ്ഞെടുത്ത് രൂപം കൊടുത്ത അന്ന് തൊട്ട് ഇതാ ഒരു പ്രത്യേക പ്രതിഭാസം ലോകത്തിൽ കാണുകയാണ്. ദൈവിക മാർഗത്തിൽ നടക്കുന്നവരെ, ആത്മാവിന്റെ ശക്തികൊണ്ട് ജീവിക്കുന്നവരെ, വിശുദ്ധിയുടെ മാർഗത്തിൽ വ്യാപരിക്കുന്നവരെ ലോകം വെറുക്കുന്നു. ലോകപ്രകാരമുള്ളവര്, ലോകത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്നവര്, ആത്മാവിന്റെ വഴികളിലൂടെ നടക്കുന്നവരെ കാണുമ്പോൾ ഹൃദയത്തിൽ ഒരു പ്രത്യേക വെറുപ്പ് അനുഭവപ്പെടുകയാണ്. ഒരു പ്രത്യേക ശത്രുത ഇതാ ഇവിടെ വ്യാപരിക്കുകയാണ്. ആത്മീയതയിൽ ഇരിക്കുന്നവരും ലോകാരുവിയിൽ ഇരിക്കുന്നതും തമ്മിൽ ഒരു പ്രത്യേക ശത്രുത ഇവിടെ വ്യാപരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കുറ്റം കൊണ്ടോ
കുറവ് കൊണ്ടാണ് ഈ ശത്രുത ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ധരിച്ചു വെച്ചാകരുത്. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം തിരുലിഖിതങ്ങളിൽ യേശു ക്രിസ്തു ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു, അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു, അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പറയുകയാണ്, ആത്മീയതയുടെ മാർഗത്തിൽ വിശുദ്ധിയിൽ ഒരു മനുഷ്യൻ വന്നാൽ നിങ്ങൾ അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ലോകപ്രകാരം ജീവിക്കുന്ന ഫരീസയരോടും നിയമജ്ഞരോടും യേശു അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ തന്നെ യേശു ക്രിസ്തു അഭിമുഖീകരിച്ച ഒരു പ്രശ്നമാണ്. ആർക്കും ഒരു കുറ്റം ആരോപിക്കാൻ കഴിയാത്ത വിധം സ്നാപക യോഹന്നാൻ താപസനായി, കൊടും താപസനായി, ഉഗ്ര താപസനായി തൻ്റെ ജീവിതം നയിച്ചു. വെട്ടുകിളിയും കാട്ടുതേരും അവൻ തൻ്റെ ഭക്ഷണമായി എടുത്തു. ആരിൽ നിന്നും ഒന്നും പറ്റാൻ നിന്നില്ല. എല്ലാവരോടും മയമില്ലാതെ കർത്താവിൻ്റെ വചനത്തെ വെട്ടിമുറിച്ച് കോടാലി കൊണ്ടുവന്ന പോലെ വെട്ടിമുറിച്ച് അവൻ പറഞ്ഞു. അപ്പോൾ യോഹന്നാന്റെ മേൽ അവരൊരു കുറ്റം കണ്ടുപിടിച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ മേൽ അവർക്ക് ദേഷ്യം തോന്നുകയാണ്. യോഹന്നാനോട് ശത്രുത തോന്നുകയാണ്. യോഹന്നാന്റെ മേൽ അവർ ഒരു കുറ്റം കണ്ടുപിടിച്ച്, അതാണ് യേശു ഇവിടെ എടുത്തു പറയണത്. മത്തായി 11-ാം അധ്യായം 18-ാം വാക്യം, യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനായി വന്നു, അവൻ പിശാച് ബാധിതനാണെന്ന് നിങ്ങൾ പറയുന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അവർ പറയുന്നു. ഈ യോഹന്നാൻ ഇതുപോലെ വിശുദ്ധി ജീവിച്ചപ്പോൾ യോഹന്നാനെ വിശുദ്ധിയുടെയും ദൈവാനുഭവത്തിൻ്റെയും ദൈവാഐക്യത്തിൻ്റെ ഒരു മനുഷ്യനായി കാണാൻ അവർക്ക് പറ്റിയില്ല. പിന്നെയോ അതുകൊണ്ട് അങ്ങേറ്റം മോശമായൊരു വാക്ക്, ഒരു അട്രിബ്യൂഷൻ യോഹന്നാന് കൊടുത്തു. അവൻ പിശാച് ബാധിതനാണ്, അവന് പിശാച് ബാധയുണ്ട്. അവനെ അങ്ങനെ അട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് ഒരു ബ്രാൻഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ജീവിതം നയിക്കുന്ന ഒരുപാട് പേരെ ചില പ്രത്യേക ബ്രാൻഡ് നെയിം കൊടുത്ത് അങ്ങോട്ട് തള്ളിയിടുന്ന ഒരു അന്തരീക്ഷമാണ് ലോകത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. യേശു ക്രിസ്തു വീണ്ടും പറയാണ്, യേശു ക്രിസ്തു തന്നെ പറയാണ്, മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ അവർ പറയുന്നു, വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എന്തു ചെയ്താലും കുറ്റം. ഭക്ഷിച്ചാൽ കുറ്റം, ഭക്ഷിച്ചില്ലെങ്കിൽ കുറ്റം. പണം വാങ്ങിയ കുറ്റം, വാങ്ങിയില്ലെങ്കിൽ കുറ്റം. പ്രസംഗിച്ചാൽ കുറ്റം, പ്രസംഗിച്ചില്ലെങ്കിൽ കുറ്റം. പ്രാർത്ഥിച്ചാൽ കുറ്റം, പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുറ്റം. എന്തു ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പ്രവണത ലോകത്തിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഇന്നലെ തുടങ്ങിയ ഒരു യാഥാർത്ഥ്യമല്ല. ദൈവം തനിക്ക് വേണ്ടി ദൈവത്തിന്റെ ജനത്തെ തെരഞ്ഞെടുത്ത അന്നു തൊട്ട് ലോകത്തിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ലോകത്തിൽ ലോകപ്രകാരം ജീവിക്കുന്നവര്, ആത്മാവിന്റെ ശക്തിയാൽ ജീവിക്കുന്നവരെ കുറ്റം വിധിക്കുന്നു, നശിപ്പിക്കുന്നു, അവരെ കൊല്ലുന്നു, അവരെ കല്ലറയിൽ കുഴിച്ചു മൂടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഒരു സംഭവം എൻ്റെ ഹൃദയത്തെ പ്രത്യേകമായി സ്പർശിച്ച ഒരു സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം 5 മുതലുള്ള തിരുലിഖിതങ്ങളിലാണ് നാം അത് കാണുന്നത്. ദാവീദ് എന്ന് പേരുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായ ഒരു ദാസൻ, തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിന്റെ വചനം ലംഘിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ വെച്ചിരുന്നവൻ. ജീവിതത്തിൽ ഒരു കാലത്ത് ഒരു പ്രത്യേക വീഴ്ച വന്നു എങ്കിലും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധിച്ച് കർത്താവിനെ പദാനുപദം കർത്താവിൻ്റെ വഴികളിലൂടെ തന്നെ നടക്കാൻ വേണ്ടി ഉത്സാഹം വെച്ചവനാണ് ദാവീദ്. ഈ ദാവീദിനെ കുറിച്ച് ദൈവം തന്നെ വിശുദ്ധ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയ പ്രകാരമാണ്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തകർച്ചയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ അബ്സലോം അദ്ദേഹത്തെ കൊട്ടാര വിപ്ലവത്തിലൂടെ പുറത്താക്കി. അങ്ങനെ അദ്ദേഹം രാജ്യം വിട്ട് ഓടുന്നൊരു രംഗമുണ്ട്. 2 സാമുവേൽ 15-ാം അധ്യായം 30-ാം വാക്യം വചനം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. അവനോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. അങ്ങനെ ദാവീദും ഏതാനും അനുചരന്മാരും മാത്രം കൊട്ടാരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മരുഭൂമിയിലേക്ക് പോകുന്ന സമയത്ത്
മലകളെല്ലാം പിന്നിട്ട് മരുഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് ഇതാ വിദൂരത്തെത്തിയപ്പോൾ ഒരു വ്യക്തി ദാവീദിനെ കണ്ടുമുട്ടുകയാണ്. ആ വ്യക്തിയുടെ പേരാണ് ഷിമയി. 2 സാമുവേൽ 16 അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ദാവീദ് ഈ മലമുകളിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ ദാവീദിന്റെ ഒരു ബന്ധുവായ ഈ ഷിമയി ഇതാ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട്, ദാവീദിനെ കണ്ട ഉടനെ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് ദാവീദിന്റെ അടുത്തേക്ക് ഓടി വന്ന് കല്ലും മണ്ണും വാരി എറിഞ്ഞ് ദാവീദ് നടക്കുന്ന വഴിക്ക് സമാന്തരമായി നടന്നുകൊണ്ട് തെറി പറഞ്ഞ് ശാപവാക്കുകൾ പറഞ്ഞ് കല്ലും മണ്ണും വാരി എറിയുകയാണ്. ഷിമയി പറഞ്ഞ വാക്കുകളെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 2 സാമുവേൽ 16 അധ്യായം 6 വാക്യം. അവൻ ദാവീദിന്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. കൊലപാതകി, നീജ, കടന്നു പോകൂ. സാവൂളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നീച വാക്കുകളാണ് ഈ ദാവീദിന്റെ നേരെ ഷിമയി ആവർത്തിച്ച് വിളിച്ചു പറയുന്നത്. 13 വാക്യം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മലമുകളിൽ ദാവീദ് നടന്ന വഴിക്ക് സമാന്തരമായി നടന്നുകൊണ്ട് കല്ലും മണ്ണും വാരി എറിഞ്ഞ് ശപിക്കുകയും ദുഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ട് ദാവീദും അനുചരന്മാരും കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ദാവീദ് ദൈവത്തിന്റെ വഴിയെ നടക്കാൻ വേണ്ടി യത്നിച്ചൊരു മനുഷ്യനാണ്. ഒരു കാലത്ത് രാജാവായി കൊട്ടാരത്തിൽ വാണിരുന്നവനാണ്. ഒരു കാലത്ത് ഒരുപാട് ഉപകാരങ്ങൾ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരുന്നവനാണ്. എന്നാൽ ഇന്ന് ഇവർ തമ്മിലൊരു വാക്ക് തർക്കമോ ഇവർ തമ്മിലൊരു പ്രശ്നമോ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ ഷിമയി ദാവീദിനെ കാണുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കോപം പൊട്ടിയൊഴുകുകയാണ്. അതിന്റെ അർത്ഥം എന്താ? പെട്ടെന്ന് ആ ക്ഷണത്തിലുണ്ടായ കോപമല്ല. നാളുകളായി ഇവന്റെ ഹൃദയത്തിൽ ഈ വെറുപ്പ് അവിടെ അടിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു. ഒരുപാട് വ്യക്തികളുടെ ഉള്ളിൽ ഇന്ന് വെറുപ്പ് ഇങ്ങനെ അട്ടിയായി അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ആർക്കെതിരെയാണ്? പ്രാർത്ഥിക്കുന്നവർക്കെതിരെ. ഒരു ദ്രോഹവും ആർക്കും ചെയ്യാതെ ദൈവരാജ്യ വേല ചെയ്തും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവരാജ്യ ശുശ്രൂഷ ചെയ്തും കാറ്റഗിസം പഠിപ്പിച്ചും ദേവാലയ ശുശ്രൂഷ ചെയ്തും ദൈവത്തിന് വേണ്ടി ദൈവരാജ്യ വേല ചെയ്തും ആത്മാക്കളെ നേടിയും കടന്നു പോകുന്ന അനേകം ദൈവദാസന്മാരോടും അനേകം ദൈവിക ശുശ്രൂഷകരോടും ഇന്ന് അനേകരുടെ മനസ്സിൽ ഒരുപാട് അസൂയ, ഒരുപാട് വെറുപ്പ്, ഒരുപാട് കലി, ഒരുപാട് വിദ്വേഷം, ഇതെല്ലാം ഇങ്ങനെ അടിഞ്ഞുകൂടി അങ്ങനെ ഊറി കിടക്കുകയാണ്. ഷിമയുടെ മനസ്സിൽ അങ്ങനെ കടന്നിരുന്ന ഒരു കാലത്ത്. അതാണ് പെട്ടെന്ന് ദാവീദിനെ കണ്ടപ്പോൾ അണപൊട്ടി ഒഴുകിയത്. ഇതിനു മുമ്പ് രാജാവായിരുന്ന സമയത്ത് ഇത് അണപൊട്ടി ഒഴുകിയാൽ വേറെ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ഷിമയി സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ദാവീദ് രാജസ്ഥാനത്ത് നീക്കം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ അവൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഷിമയി കിട്ടിയ സമയം കൊണ്ട് അവന്റെ ഉള്ളിൽ തളം കെട്ടി കിടന്നിരുന്ന വെറുപ്പെല്ലാം കൂടെ അണപൊട്ടി ഒഴുകാൻ അനുവദിക്കുകയാണ്. ഇങ്ങനെ ഷിമയി ഇതാ ശാപവാക്കുകൾ കോരിച്ചൊരിയുകയാണ്. അപ്പോഴേക്കും ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാര് അവര് വാളൂരി അവർ ദാവീദിനോട് ചോദിക്കുകയാണ്, എന്റെ രാജാവിനെ ശപിക്കുന്ന ഈ ചത്തപട്ടി ആരാണ്? ഇവന്റെ തല ഞാൻ വെട്ടിക്കളയട്ടെ. ദാവീദിന്റെ അനുചരന്മാര് ദാവീദിന്റെ അനുവാദം ചോദിക്കുകയാണ്. ഉടനെ ദാവീദ് പറയുന്ന ഒരു വാക്യം ശ്രദ്ധിക്കുക. ദാവീദ് പറയാണ്, അല്ലയോ സെരൂയ പുത്രന്മാരെ, ഇതിൽ ഇടപെടാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവനെ തടയാൻ ആർക്ക് കഴിയും? അവൻ ശപിക്കട്ടെ. അവൻ ശപിക്കുന്നത് കേട്ട് അവന്റെ ശാപവാക്കുകൾക്ക് പകരം കർത്താവ് എന്നെ അനുഗ്രഹിക്കും. 2 സാമുവേൽ 16 അധ്യായം അതിൽ 12 വാക്യം. കർത്താവ് എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. നോക്കുക, ദാവീദിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് വെറുപ്പ് തോന്നുന്നില്ല. ദാവീദിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് പ്രതികാരമില്ല. ദാവീദിന്റെ ഹൃദയത്തിൽ നിറയെ ക്ഷമയാണ്, നിറയെ സ്നേഹമാണ്. അല്ലയോ സെരൂയ പുത്രന്മാരെ, ഇതിലിടപെടാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? കർത്താവ് അയച്ചിട്ടാണ് ഷിമയി ശപിക്കുന്നതെങ്കിൽ അവനെ തടയാൻ ആർക്ക് പറ്റും? മാത്രമല്ല ദാവീദിനെ ശക്തിപ്പെടുത്തുന്ന സംഗതി, അവൻ ആത്മീയ മർമ്മം ഗ്രഹിച്ചവനാണ്. ദാവീദ് പറയുകയാണ്, ഇവന്റെ ഈ ശാപവാക്കുകൾ കണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് എത്രമാത്രം വെറുപ്പും എത്രമാത്രം ശത്രുതയും ആത്മാവിന്റെ ശക്തിയോടെ ജീവിക്കുന്നവരോടുണ്ടോ അത്രയ്ക്കും ദൈവം അവരെ അനുഗ്രഹിച്ച് ഉയർത്തും.
ദൈവം അവരെ അനുഗ്രഹിച്ച് ഉയർത്തും. യേശുവിന്റെ കാര്യമെടുക്കുക. യേശു ക്രിസ്തുവിനോട് വലിയ ഒരു പറ്റം ആളുകൾക്ക് വെറുപ്പും കലിയും ഉണ്ടായിരുന്നു. ഫരീസയർ, നിയമജ്ഞർ, സദുക്കായർ, ഇങ്ങനെ ഒരു വലിയ പറ്റം ആളുകൾ. യേശു എന്ത് ചെയ്താലും അവർക്ക് യേശുവിന് വെറുപ്പ് തോന്നുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം ഈശോ അനേകം വ്യക്തികൾക്ക് രോഗശാന്തി കൊടുക്കുകയാണ്. ഇതാ രോഗശാന്തി കൊടുത്തപ്പോഴും അവർക്ക് വെറുപ്പായി. ഉടനെ അവർ പറയാണ്, ഇവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് രോഗശാന്തി കൊടുക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ഇത് കേട്ടപ്പോൾ ഫരീസയർ പറഞ്ഞു, ഇവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. നോക്കുക, യേശു എന്തു ചെയ്താലും അതിനെ കുറ്റം കണ്ടുപിടിക്കുക, അതിനെ ഇകഴ്ത്തി പറയുക, അതിനെ അംഗീകരിക്കാതിരിക്കുക, അതിനെ എതിർക്കുക. ഇത് തന്നെ ജീവിതവ്രതമാക്കി ഫരീസയർ, സദുക്കായർ, നിയമജ്ഞർ, ഒരു വലിയ പറ്റ ആളുകൾ യേശുവിനെ എതിർത്തുകൊണ്ട് യേശുവിനെ പിന്നാലെ പിന്തുടരുകയാണ്. പട്ടണം തോറും പിന്തുടർന്ന് യേശുവിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്തപ്പോൾ യേശുക്രിസ്തു എതിർത്തു എന്ന് മാത്രമല്ല, അവസാനം യേശുക്രിസ്തുവിന്റെ മേൽ എല്ലാ തരത്തിലുള്ള കുറ്റങ്ങളും അവർ ആരോപിച്ചു, പീഡിപ്പിച്ചു, കുരിശ് തറച്ച് കൊന്നിട്ടും കലി തീർന്നില്ല. കൊന്നിട്ട് ആ ശവക്കല്ലറ കൊണ്ട് അടക്കി വലിയൊരു കല്ലുരുട്ടി വെച്ച്, ഇനി ഒരിക്കലും ലോകം പുറത്ത് കാണരുതെന്ന് പറഞ്ഞ് വലിയൊരു കല്ലുരുട്ടി വെച്ചു. എന്നിട്ടും അവരുടെ കലി തീർന്നില്ല. പാറാവിന് കാവൽക്കാരെ നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴെല്ലാം യേശു എന്ത് ചെയ്തു? ഈ വെറുപ്പ് ഏറ്റുവാങ്ങി, ഈ ശത്രുത ഏറ്റുവാങ്ങി, ആ വെറുപ്പിൽ നിന്നും ശത്രുതയിൽ നിന്നും ഉളവായ ആ പീഡനം ഏറ്റുവാങ്ങി. അങ്ങനെ ഏറ്റുവാങ്ങി അവസാനത്തെ വെറുപ്പും അവരുടെ വെറുപ്പിന്റെ പരമാവധി അവർക്ക് ചെയ്യാവുന്ന ചെയ്തതെല്ലാം യേശു ഏറ്റുവാങ്ങി. അങ്ങനെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ഇനി ലോകം കാണില്ല എന്ന് വിചാരിച്ച് അവർ കല്ലും വെച്ച് അവർ പോയി. എന്നാൽ അവിടെയാണ് ആത്മാവിന്റെ ശക്തി ഉയർത്തത്. അവൻ ഉയർത്തെഴുന്നേറ്റു. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം പിതാവായ ദൈവം അവന് നൽകി. നോക്കുക, എത്രമാത്രം ഒരുപക്ഷെ ഏറ്റവും അധികം വെറുപ്പ് മനുഷ്യരിൽ നിന്ന് ഏറ്റുവാങ്ങിയത് യേശു കർത്താവായിരിക്കാം. ആത്മീയതയുടെ പേരിൽ, ആത്മീയ ശുശ്രൂഷ ചെയ്തതിൻ്റെ പേരിൽ. അതുകൊണ്ട് യേശു അതെല്ലാം ഏറ്റുവാങ്ങി. എല്ലാവരോടും ക്ഷമിച്ച്, ക്ഷമ നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റുവാങ്ങി, സ്നേഹം നിറഞ്ഞ ഹൃദയത്തെ ഏറ്റുവാങ്ങി, എല്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് പിതാവായ ദൈവം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം കൊടുത്ത്. പൂർവ്വപിതാവായ ജോസഫ് വെറുപ്പ് ഏറ്റുവാങ്ങി, എല്ലാം സഹിച്ച് സ്നേഹിക്കുക മാത്രം ചെയ്തു. ദൈവം പൂർവ്വപിതാവ് ജോസഫിനെ ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നാം ഗ്രഹിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ലോകം ആത്മീയ പ്രകാരം നടക്കുന്നവരെ വെറുക്കുകയും ആ വെറുപ്പ് പ്രകടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ഒരുപക്ഷെ കുരിശ് തറയ്ക്കുകയും ഒരുപക്ഷെ കല്ലറിൽ അടക്കുകയും ഇനി ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ പാറാവുകാരെ നിർത്തുകയും ചെയ്തേക്കാം. എങ്കിലും ക്ഷമ വിടരുത്, സ്നേഹം വിടരുത്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും. എത്രമാത്രം വെറുപ്പും പീഡനവും സഹിക്കുന്നുവോ അതിനനുസരിച്ച് ഉയർപ്പ് നൽകുന്നവനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അവനാണ് ജീവിക്കുന്ന കർത്താവ്. കണ്ണുകൾ അടയ്ക്കാം. ഒരുപക്ഷെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞപ്പോൾ, ഒരുപക്ഷെ വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിഞ്ഞപ്പോൾ, ഒരുപക്ഷെ മദ്യപാനം ഉപേക്ഷിച്ചപ്പോൾ, ഒരുപക്ഷെ ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകൾ വിട്ടപ്പോൾ ഇന്ന് ഞെരുക്കം അനുഭവിക്കുന്ന സാഹചര്യമാകാം. ഇന്ന് ആത്മീയ മാർഗത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ ദുഷിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാകാം. തൊട്ടതിനെല്ലാം പീഡിപ്പിക്കപ്പെടുന്നതാകാം. കുടുംബത്തിൽ, ഇടവകയിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, സമൂഹത്തിൽ, ഒരുപക്ഷെ ശുശ്രൂഷ മേഖലകളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ. മകനെ, മകളെ, നീ ദുർബലപ്പെടരുത്. സ്നേഹിക്കുക മാത്രം ചെയ്യുക. ധാരാളമായി ക്ഷമിക്കുക. ക്ഷമയും സ്നേഹവും ഹൃദയത്തിലേക്ക് നിറയട്ടെ. ക്ഷമയും സ്നേഹവും ഹൃദയത്തിലേക്ക് നിറയട്ടെ. ഉയർപ്പിക്കുന്നവനായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മകനും മകളുമാണ് നമ്മൾ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തളരാതിരിക്കാൻ, മടുക്കാതിരിക്കാൻ, അന്ത്യം വരെയും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ, അന്ത്യം വരെയും ആത്മീയതയിൽ നിലനിൽക്കാൻ, അന്ത്യം വരെയും സ്നേഹത്തിലും ക്ഷമയിലും നിറഞ്ഞു വ്യാപരിക്കാൻ ഒരു ദൈവ പൈതലായിരിക്കാൻ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ വെറുപ്പ് ഏറ്റുവാങ്ങാനുള്ള പൗരുഷം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം 40-ാം അധ്യായം 8-ാം തിരുലിഖിതം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഇരു കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എന്താണോ മനസ്സിൽ കിടക്കുന്ന വിങ്ങലുകൾ, ആ വേദനയിലേക്ക് ദൈവികം ഒരു ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അവിടുത്തെ നാമത്തിൻ്റെ അത്ഭുതകരമായ സമാശ്വാസം കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ കർത്താവേ. ദൈവമേ, ഈ കുടുംബങ്ങളിൽ ഈ ദൈവമക്കളുടെ നിത്യനാശം ആഗ്രഹിച്ച് ഇവരെ ദൈവിക കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കൊണ്ടുപോകുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാര സേനകളെയും ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അനുതാപമില്ലായ്മയുടെയും കൂദാശകളെന്ന അകൽച്ചയുടെയും സന്ധ്യാപ്രാർത്ഥന ഉപേക്ഷിക്കുന്നതിൻ്റെയുമായ അരൂപികളെയും ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.